പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ശബ്ദം ശ്രമിക്കുന്ന മനുഷ്യരോടാക്കളെ കാരണവന്മാരെ, സമയം കൂടുതലൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദിനെ കുറിച്ചുകൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ദീർഘകാലം വലിയോറ റേഞ്ച് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഊന്നരായിട്ടുള്ള ഉസ്താദ് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പുത്തനങ്ങാടി അബ്ദുൽ അസീസ് ഫൈദി ഉസ്താദ് പ്രസിഡന്റും അതുപോലെ തന്നെ അൻവരി ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ വ്യത്യാസവുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഉസ്താദിനോട് ഒന്നുകിൽ മനാട്ടിയിൽ ഇവിടെ വന്നിട്ട് ഉസ്താദിനോട് സംസാരിക്കും. അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട പുത്തനാടി ചെന്നിട്ട് അവിടെ ഉസ്താദിനോട് സംസാരിച്ചിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയങ്ങളിൽ പല സമയങ്ങളിൽ സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയിട്ടൊക്കെ പല നിർദ്ദേശങ്ങളും നമുക്ക് തരാറുണ്ടായിരുന്നു. പ്രധാനപ്പെട്ടും ഒരു ദിവസം ഉസ്താദിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വസ്ത്രധാരണ, ഒരു പണ്ഡിത ഈ ഒരു രീതിയിലൊക്കെ വസ്ത്രം ധരിച്ചിങ്ങനെ വരുന്നൊരു വരവൊക്കെ നോക്കണം. അല്ലാതെ ഒരു അനുഭൂതി നമുക്ക് മുമ്പിലുള്ള ഫോട്ടോത്തിൽ തന്നെ കാണാം. വളരെ വസ്ത്രധാരണ രീതി ഒരു പ്രത്യേക രീതിയായിരുന്നു. ഇതൊന്നും ഇപ്പോൾ നാട്ടുകാരായിട്ടുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് അപ്പുറത്തായിരുന്നെങ്കിൽ പോലും നമ്മളൊക്കെ ഭയങ്കര ബന്ധമായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പ്രധാനപ്പെട്ട ഒരു പരിപാടി നമ്മളെ അപ്പുറത്തുള്ള ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേതാക്കന്മാർ ഉസ്താദിൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ വിളിച്ചു, ഇരിക്കുക ഭക്ഷണം കഴിക്കാറ് അല്ല. അതിങ്ങനെ നിന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇനി ഇവിടെ ഇരുന്നിയില്ലെങ്കിൽ എൻ്റെ പേരേക്ക് ഞാൻ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ചില സമയങ്ങളിൽ അതുപോലെ തന്നെ ഉസ്താദിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ വിഷയം ഉസ്താദ് വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് വിളിച്ചു പറഞ്ഞത്. അതിപ്പോഴും ഇങ്ങനെ മനാട്ടിന്ന് ഓർമ്മ വരുന്ന സമയത്ത് ആദ്യം വരുന്ന ഒരു മുഖവും ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദിൻ്റെ ആണ്. ആ ഒരു ഓർമ്മ ഇങ്ങനെ വരുമ്പോൾ കല്യാണത്തിൻ്റെ സന്ദർഭം ഇങ്ങനെ ഓർമ്മയിൽ വരാറുണ്ട്. അങ്ങനെ ഉസ്താദ് വൈകുന്നേര സമയത്ത് ഇങ്ങനെ